ഷാബു പ്രസാദ്, എന്തായാലും കോൺഗ്രസിനെ നിങ്ങൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ചാലും ക്ഷണം സ്വീകരിച്ചില്ലെങ്കിലും അത് വെട്ടിലായി പോകും. അത് ഒരു പക്ഷത്ത് ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് മാത്രമല്ല, ഇപ്പോൾ അത് ഈ വടക്കേ ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് തിരികെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ, അത് ദോഷകരമായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു വെട്ടിലാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനെ പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും, സമീപകാലത്തെ പല വിഷയങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. മഞ്ജുഷേ, ഇങ്ങനെ വേണോ വേണ്ടയോ എന്ന ഒരു ചോദ്യത്തിന് മുമ്പിൽ ഈ വേണ്ടണം എന്ന ആ ഒരു നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പം നിൽക്കുന്നത്. ഇത് എനിക്ക് എക്കോ കേൾക്കുന്നു കേട്ടോ, ഒന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം ഇത് നമ്മളിത് ഒന്ന് പിന്നിലേക്ക് പോയി നോക്കാം. നമുക്ക് 1989 തെരഞ്ഞെടുപ്പിൽ അന്ന് രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് അയോധ്യയിൽ നിന്നാണ്. അത് മാത്രമല്ല, അന്ന് രാമായണം സീരിയലിൽ ശ്രീരാമനായി അഭിനയിച്ച അരുൺ ഗോവിലിനെ രാമന്റെ വേഷത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് ഇറക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ രാമനായി ഇന്ന് സ്റ്റേജിലൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർക്കൊക്കെ എൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ ഉത്തരഭാരതത്തിൽ അവർ വലിയ പ്രചരണം നടത്തിയത്. ആ 89 ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് പടിയിറങ്ങിയതാണ് കോൺഗ്രസ്. UP-യിലെയും ബീഹാറിലെയും ഒക്കെ വോട്ടർമാർ അന്ന് ഈ ഹിന്ദുത്വ നിലപാടുമായി മുമ്പോട്ട് പോയ കോൺഗ്രസിനെ പടിയടച്ച് പിണ്ഡം വെച്ചതാണ്. പിന്നെ ആ പരിസരത്തേക്ക് അടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് ഇതാണ് കാര്യം. അവർക്ക് ഹിന്ദു വോട്ടുകൾ വേണം, എന്നാൽ വ്യക്തമായൊരു നിലപാടെടുക്കാൻ അവർക്കൊട്ടും പറ്റുകയുമില്ല. ഇങ്ങനെ ആണും പെണ്ണുമല്ലാത്ത ഒരു അഴകുഴമ്പൻ അവിയൽ നിലപാടുകളാണ് കോൺഗ്രസിനെ ഇന്ന് ഈ ഗതികേടിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പം ഇവരുടെ ഇപ്പോഴത്തെ ഈ മുന്നണി സംവിധാനം INDA, ഇതിൻ്റെ അകത്ത് ഇത് 100% കോൺഗ്രസിന് വലിയ നഷ്ടക്കച്ചവടമാണ് വരുത്താൻ പോകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് കോൺഗ്രസ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും പ്രാദേശിക കക്ഷികളാണ്. ഈ പ്രാദേശിക കക്ഷികൾക്ക് CPM വരെ ഒരു പ്രാദേശിക കക്ഷിയാണ്. ഈ ബോർഡും ദേശീയ പാർട്ടിയിൽ നിന്ന് ബോർഡും വെച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ ഉള്ളൂ. ശരിക്ക് എഫക്റ്റീവ്ലി ഒരു പ്രാദേശിക കേരളത്തിൽ മാത്രമുള്ള ഒരു കക്ഷിയാണ്. ഇവർക്ക് ഈ പ്രാദേശിക കക്ഷികൾക്ക് അവരവരുടെ ആ ഒരു ക്യാച്ച്മെന്റ് ഏരിയ ഉണ്ട്, അത് മാത്രം സംരക്ഷിച്ചാൽ മതി. അതുകൊണ്ടാണ് ഇപ്പോൾ CPM അവർക്ക് ഉത്തരേന്ത്യയിലോ ഒരിടത്തും ഒരു സാധ്യതയുമില്ല, ചുട്ടു തിന്നാൻ പോലും വോട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു പ്രശ്നമേ അല്ല. അവർക്ക് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ സംരക്ഷിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് അവർ വളരെ സുവ്യക്തമായ നിലപാടെടുത്തു, ഞങ്ങൾ പോകുന്നില്ല. എന്നാൽ കോൺഗ്രസിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. ഇപ്പം കോൺഗ്രസ് ഇതിന് ഈ ക്ഷണം സ്വീകരിച്ചു പോയി എന്നിരിക്കട്ടെ. ക്ഷണം സ്വീകരിച്ച് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ചുട്ടു തിന്നാൻ വോട്ട് കിട്ടുമോ? എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? വളരെ വ്യക്തമായ അടിയുറച്ച ഹിന്ദുത്വ നിലപാടുകളുമായി BJP അവിടെ നിൽക്കുമ്പോൾ ഈ എങ്ങും തൊടാതെ നിൽക്കുന്ന കോൺഗ്രസിനെ തിരിഞ്ഞു നോക്കേണ്ട കാര്യം ഇവിടുത്തെ വോട്ടർമാർക്കില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ വോട്ടറിൻ്റെ കാര്യം നമശിവായയാണ്. ഇതുകൊണ്ട് പോകുമ്പോൾ എന്താണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റുകൾ 2 അക്കം കടന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലെ കാൽച്ചുവട്ടിലെ അവരുടെ മണ്ണൊഴുകി പോവുകയും ചെയ്യും. ഇവിടെ സമസ്ത ആ ചോദ്യം ഉയർത്തിക്കഴിഞ്ഞു. ക്ഷണം നിരസിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം സമസ്ത ഉയർത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിന്, കോൺഗ്രസിന്റെ മുന്നണി UDF മുന്നണിയിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന് ഒരു വ്യക്തമായ നിലപാടെടുത്തല്ലേ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ ചെകുത്താന്റെയും കടലിന്റെയും ഇടയിലാണ് ഈ കോൺഗ്രസ് ചെന്ന് പെട്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ശ്രീകുമാർ സാർ പറഞ്ഞത് കറക്റ്റാണ്. CPM-ന്റെ ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത് അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അവർ UDF-നെ തകർക്കാൻ ശ്രമിക്കും. കാര്യം മുസ്ലിം ലീഗിന് അവരുടെ ബേസ് സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഈ രീതിയിലൊരു നിലപാടെടുക്കുന്ന കോൺഗ്രസിനെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല.
അങ്ങനെ കുറെ നാളായി CPM-ന്റെ ഒരു പ്രധാന അജണ്ടയാണ് UDF സംവിധാനത്തെ തകർത്ത് മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടുക എന്നുള്ളത്. ആ പ്രക്രിയയിൽ അവർ ഒരു പടി കൂടി മുമ്പോട്ട് ഇല്ല. അത് സമീപകാലത്തെ പല സംഭവങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് ഏകീകൃത സിവിൽ കോഡ് വിഷയമൊക്കെ വന്ന സമയത്ത് ഇതേ തന്ത്രം തന്നെ പയറ്റിയതാണ്, ഇതേ ആംഗിളിൽ ഇവിടെ ചർച്ച നടന്നതാണ്. പക്ഷേ ആ UDF സംവിധാനത്തിൽ ഒരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. സമാനമായ ഒന്ന് തന്നെയാണ് ഇതും. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോടോ വേണ്ടയോ എന്ന കാര്യത്തിലും. അപ്പോൾ അന്ന് ക്ലൈമാക്സ് വരെ എത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെയും അപ്പോൾ അതിജീവിക്കുവാൻ കോൺഗ്രസിന് കഴിയും. മഞ്ജുഷെ ഒരു കോട്ട തകർക്കുമ്പോൾ അതിന്റെ ഏറ്റവും ദുർബലമായ ഭാഗത്ത്, സാധ്യതയുള്ള ഭാഗത്ത് തുടർച്ചയായി പ്രഹരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിന്റെ തന്ത്രം. ആ മുസ്ലിം ലീഗ് എന്ന ആ ദുർബലമായ ഭാഗത്ത്, UDF കോട്ടയിലെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ആ ഭാഗത്ത് CPM തുടർച്ചയായി പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണത്. ആ പ്രഹരം ഒരു ഘട്ടത്തിൽ ആ കല്ല് അവിടെ നിന്ന് ഇളകുക തന്നെ ചെയ്യും. അത് ഒന്നോ രണ്ടോ ശ്രമങ്ങളല്ല. ഇപ്പം ഞാൻ പറയാം, പണ്ട് തന്നെ അന്ന് 92-ൽ തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാടിനെ ചൊല്ലി, ഈ അയോധ്യ ഇഷ്യൂവിലെ നിലപാടിനെ ചൊല്ലി ആ സമുദായത്തിലും മുസ്ലിം ലീഗിലും വലിയ പ്രശ്നങ്ങളുണ്ടായതാണ്. അതിനെ തുടർന്നാണ് അന്ന് ഇബ്രാഹിം സുലൈമാൻ സേട്ട് മുസ്ലിം ലീഗ് വിട്ടുപോയതൊക്കെ, പിന്നെ INL രൂപീകരിച്ചതും ഈ അവർ പിന്നെ LDF-ന്റെ ഭാഗമായതുമൊക്കെ. ഇത്തവണ കൂടി അങ്ങനെ ഒരു നിലപാടെടുക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല. അവർക്ക് വളരെ കൃത്യമായ ഈ ഒരു എതിർ നിലപാട് സ്വീകരിച്ചേ പറ്റുകയുള്ളൂ. ആ സമയത്ത് കോൺഗ്രസ് ഇങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ആ അവസരം CPM വെറുതെ കളയില്ല. CPM അത് നോക്കിയിരിക്കില്ല. അവർ ഇതിനെ അവരുടെ ഇങ്ങനെ പറയുമ്പോഴും അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഒടുവില് അടുത്ത തെരഞ്ഞെടുപ്പ് ഒറ്റ കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ കോൺഗ്രസ് UDF സംവിധാനം തകർന്നാൽ, UDF തകർന്നാൽ കേന്ദ്രത്തിൽ ഇവർക്കുണ്ടാകാൻ പോകുന്ന ദുരന്തം എത്ര വലുതായിരിക്കും എന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഉള്ളതിന്റെ പകുതി സീറ്റെങ്കിലും കോൺഗ്രസിന് ലഭിച്ചാൽ ഭാഗ്യം എന്നേ പറയണ്ടു. ശരി.